दिनों से बलूचिस्तान के लोगों ने, गिलगिट के लोगों ने, पाक ऑक्युपाइड कश्मीर के लोगों ने, वहां के नागरिकों ने നമസ്കാരം. അഖിൽ മാരാർ എവിടെ? അഖിൽ മാരാറിന്റെ കേസ് എന്തായി? 2 ദിവസം മുമ്പ് അഖിൽ മാരാർക്ക് ജാമ്യമില്ലാ വകുപ്പ് എടുത്തുകൊണ്ട് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയ ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ അഖിൽ മാരാറെ കുറിച്ച് പിന്നെ അങ്ങോട്ടൊരു വാർത്ത കേൾക്കാനില്ല. അഖിൽ മാരാർ മുങ്ങിയിരിക്കുന്നതാണ് അറിയുന്നത്. അതുമല്ല, അഖിൽ മാരാർ മുങ്ങി, അഖിൽ മാരാറിന്റെ ഫോൺ വരെ സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് ഈ പരാതി കൊടുത്ത പുള്ളി 2 ദിവസം മുമ്പുള്ള നമ്മളൊരു വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്നുണ്ട് പിന്നീട് ഇവരെ വേണ്ടി ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഖിൽ മാരാർ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇപ്പൊ ഒരു ന്യൂസ് വരുന്നുണ്ട്, ഈ അഖിൽ മാരാറിന്റെ വീട്ടിലെ ED റെയ്ഡെന്നോ ഓഫീസിലെ റെയ്ഡെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാറ്ററേ അല്ല. അത് അങ്ങനെ ഒരു പരാതി റെയ്ഡോ കൊടുത്തു ചെയ്തു ഉള്ളതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല. പക്ഷെ അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞായിരുന്നു. സത്യമൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പേര്, കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം അവിടുത്തെ പിന്നെ എനിക്കൊന്നും അവിടെ ഫസ്റ്റ് ആയിരുന്നു, ബിഗ് ബോസിൽ വിന്നർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 50 ലക്ഷം, എല്ലാം കൂടെ ഒരു 30-35 ലക്ഷം രൂപ കൈ കിട്ടും. ആ ഒരു പൈസ മാത്രമേ പുള്ളിയുടെ കയ്യിൽ. പക്ഷെ പിന്നെ ഇത്രയും പിന്നീട് ഈ സമ്പത്ത് എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർ അന്വേഷിക്കണം. അതെന്തോ ആയിക്കോട്ടെ, പുള്ളി അതിന്റെ തെളിവുകൾ പുള്ളി കൊടുക്കും. കൃത്യമായിട്ടുള്ള തെളിവ് പുള്ളി കാണുമായിരിക്കും. അത് നമ്മളുടെ മാറ്ററില്ല. അതെന്തോ ആയിക്കോട്ടെ, അവരുടെ ED റെയ്ഡ് കിടക്കും, മറ്റേ കിടക്കും, എന്തോ ചെയ്തിട്ട് ഈ ഒരു കേസ് എന്തായി? ഈ ഒരു കേസ് ഞാൻ അന്നും പറയും പോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ പുള്ളി ഒരു രാജ്യദ്രോഹിയാണെന്നോ എന്നൊന്നും എനിക്ക് വലിയ അഭിപ്രായം കാര്യങ്ങളും. പക്ഷെ ഇതൊരു വിടുവായത്തരം പോലെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയ ഒരു സംഭവമാണ്. ഇത് തെറ്റാണെന്ന് പുള്ളി സമ്മതിക്കുകയും ചെയ്തു. ഇത് ബലൂചിസ്ഥാന്റെ വിഷയം. പക്ഷെ എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാണ്, അതുകൊണ്ട് അങ്ങ് വെറുതെ വിടാം എന്നും ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ ഇതൊക്കെ എല്ലാവർക്കും ഒരു ഉദാഹരണം അറിയണം, അല്ലെ? ഇവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി, ഈ അഖിൽ മാരാറെ പോലുള്ളവർക്ക് ഇപ്പൊ അതിനകത്ത് കൊണ്ട് ഒരാഴ്ചയെങ്കിലും അല്ലെങ്കിൽ 2 ദിവസം അറസ്റ്റ് ചെയ്ത് എന്തോ ചെയ്യട്ടെ, അതിന് എന്താണ് ആ കേസിന്റെ ഗുരുതര അവസ്ഥ കണക്കാക്കി ഒരു ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവനെ ഈ പറഞ്ഞ പോലെ അപ്പോഴത്തെ ആ ബദ്ധത്തിന് അറിയാതെ പറഞ്ഞുപോയി എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് തന്നെ കാണുകയാണെങ്കിൽ മറ്റുള്ളവർ നാളെ വന്നിരുന്ന് പറയും, എനിക്കും നാളെ വന്നിരുന്ന് ഇനി രാജ്യവിരുദ്ധമായ പല പരാമർശങ്ങൾ പറയും, എന്നിട്ട് എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ ഇതിനൊരു ശിക്ഷ വേണം എന്നും പറഞ്ഞ് എപ്പോഴും പറയുന്നു പുള്ളി ഒരു രാജ്യദ്രോഹിയാണെന്നോ മനഃപൂർവ്വം രാജ്യത്തെ തരം താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞതെന്നോ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ വിടുവായത്തരം പറയുമ്പോൾ അതും ഈ പറയുന്ന രാജ്യത്തിന് മേൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ 2 വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ അത് സംസാരിക്കാൻ പാടുള്ളൂ എന്നൊരു തിരിച്ചറിവ് വേണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അഖിൽ മാരാറിനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, എന്താണ് ഈ കേസിന്റെ സ്ഥിതി എന്ന് അന്വേഷിച്ചു. നമുക്ക് അറിയാൻ സാധിച്ചത്, ഈ പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്നവർ നിരന്തരം വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോഴൊന്നും പോലീസുകാരൊക്കെ നോക്കട്ടെ ഒരു സാമട്ടെന്ന് അറിയാൻ സാധിക്കുന്നത്, മനസ്സിലായോ? പോലീസുകാർ ഒരു സാമട്ടെന്ന് അറിയാം. അതുപോലെ അഖിൽ മാരാർ പലരെ ബന്ധപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ഈ കേസ് കൊടുത്ത പുള്ളിയെ തന്നെ ബന്ധപ്പെട്ടു എന്നുള്ളത്, അതായത് പുള്ളിയുടെ ഫോണൊന്നും ഓഫ് അല്ല എന്നാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. പുള്ളി പലരെയും ബന്ധപ്പെടുന്നുണ്ട്. അതുമല്ല, ഈ പോലീസുകാർക്ക് ഒരു അനാസ്ഥ, പോലീസുകാർക്ക് ഇതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് ഇവർ തന്നെ പറയുന്നു. ഈ കേസ് കൊടുത്ത അവരൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അവര് തന്നെ നാളെ എന്തോ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയും അതിനുശേഷം SP ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്താനൊക്കെ തീരുമാനിച്ചു എന്നുള്ളൊരു വിവരം കിട്ടുന്നുണ്ട്. ഓക്കെ, ഏതാണ്ട് ജെനുവിനായിട്ടുള്ള സോഴ്സിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വിവരം കിട്ടിയത്. അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. അതായത് അവരൊരു പത്രസമ്മേളനം, കാരണം പോലീസ് ഇതിന് വലിയ സീരിയസ്നെസ് ആയിട്ട് പോലീസ് ഇതിന് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊരു മാർച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഒരു സംഭവം കിട്ടും. അതെന്തോ ആയിക്കോട്ടെ. ഇനി അവിടെ വന്നത് പ്രത്യേകിച്ച് ഞാൻ മെയിൻ ആയിട്ട് ഇത് പറയാൻ വന്നത്, എന്റെ ഇൻസ്റ്റയിൽ 1-2 പേര് എനിക്ക് ഒരു വീഡിയോ ലിങ്ക് അയച്ചു തന്നിട്ട് അഖിൽ മാരാർ മാത്രമല്ല ഈ പറയുന്ന മോദി വരെ ബലൂചിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് കാണൂ, എന്നിട്ട് അഖിൽ മാരാറെ കുറ്റം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു നരേന്ദ്രമോദി സംസാരിക്കുന്ന, ബലൂചിസ്ഥാനെ കുറിച്ച് നരേന്ദ്രമോദി സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. ഇത് എനിക്ക് മാത്രമല്ല പലയിടത്തും ഇത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നിങ്ങൾ ഈ തന്നവരെടുത്ത് അല്ലെങ്കിൽ ഇത് ചെയ്യിപ്പിച്ചവരെടുത്ത് ആദ്യം ഹിന്ദി എന്താണെന്ന് പഠിക്കുക. പിന്നീട് അല്ലെങ്കിൽ ഹിന്ദി അറിയാവുന്ന ആർക്കെങ്കിലും ചോദിക്കുക, എന്താണ് മോദി അവിടെ പറഞ്ഞിരിക്കുന്നത് ചോദിക്കുക. അതിന് ശേഷം ഈ സാധനം സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വടി കൊടുത്ത് അടി വാങ്ങുന്ന ഒരു സംഭവം നിങ്ങൾ ചെയ്ത് എന്തായാലും ആ ഒരു വീഡിയോ അവർ തന്ന എനിക്ക് ലിങ്ക് അയച്ചു തന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8 കൊല്ലം മുമ്പ് നടന്ന ഒരു സ്പീച്ചാണ്. സ്പീച്ച് മറ്റൊന്നല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കൊടുത്ത ഒരു സ്പീച്ചിൽ അതിനകത്ത് പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ബലൂചിസ്ഥാനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ.
मैं आज लाल किले की प्राचीर से कुछ लोगों का विशेष अभिनंदन और आभार व्यक्त करना चाहता हूं। पिछले कुछ दिनों से बलूचिस्तान के लोगों ने, गिलगिट के लोगों ने, पाक ऑक्युपाइड कश्मीर के लोगों ने, वहां के नागरिकों ने जिस प्रकार से मुझे बहुत बहुत धन्यवाद दिया है, जिस प्रकार से मेरा आभार व्यक्त किया है, मेरे प्रति उन्होंने जो सद्भावना जताई है, दूर दूर बैठे हुए लोग, जिस धरती को मैंने देखा नहीं है, जिन लोगों को विषय में मेरी कभी मुलाकात नहीं हुई है, लेकिन ऐसे दूर सुदूर बैठे हुए लोग हिंदुस्तान के एक प्रधानमंत्री को अभिनंदन करते हैं, उसका आदर करते हैं, तो मेरे 125 करोड़ देशवासियों का आनंद है, वो मेरे 125 करोड़ देशवासियों का सम्मान है। और इसलिए ये सम्मान का भाव, धन्यवाद का भाव करने वाले बलूचिस्तान के लोगों का, गिलगिट के लोगों का, पाक के कब्जे वाले कश्मीर के लोगों का मैं आज तहे दिल से आभार व्यक्त करना चाहता हूं। भाइयों, ഇതാണ് ആ വീഡിയോ. ഇതിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഇത് സത്യം പറഞ്ഞ 8 വർഷം മുമ്പ് പുള്ളി കൊടുത്ത ഒരു സ്പീച്ചാണ്. അതിനകത്ത് പുള്ളി പറയുന്നത്, എനിക്ക് ദിനത്തിന്റെ അന്ന് അവരൊക്കെ എന്തുകൊണ്ടാണ് അവരെ ഈ പറയുന്ന മോദിയെ അനുമോദിച്ചതെന്ന് അറിയത്തില്ല. അത് അനുമോദനമാണ് പുള്ളി പറയുന്നത്. അതായത് എനിക്കൊന്ന് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന ആശംസകൾ കൊടുത്തതായിരിക്കും. അതായത് ബിൽഗിസ് പാകിസ്ഥാൻ, അതുപോലെ തന്നെ PAKയിലുള്ള പാകിസ്ഥാൻകാരന്മാർ, അതുപോലെ തന്നെ ബലൂചിസ്ഥാനുള്ള ഇവരൊക്കെ എന്നെ എന്ത് ചെയ്തു, എന്നെ പിന്നെ അഭിനന്ദനങ്ങൾ എനിക്ക് തന്നു എന്നാണ് ഈ പറയുന്ന മോദി അവിടെ പറയുന്നത്. ഞാൻ ഇതുവരെയായിട്ട് അവിടെ പോയിട്ട് പോലുമില്ല. ഞാൻ ആ പറയുന്ന ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ മണ്ണിൽ പോലും ഞാൻ ചവിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും അവരെനിക്ക് അഭിനന്ദനം തരുന്നു. പുള്ളി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് പാകിസ്ഥാനിനകത്തുള്ള ജനങ്ങൾക്ക് പോലും പാകിസ്ഥാന്റെ ഭരണകൂടത്തെ എന്താണ് അവരോട് വിരോധമാണ്, വെറുപ്പാണ്. അവര് നമ്മളെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അഭിനന്ദനം തരുന്നത് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് നന്ദിയുണ്ട്, എനിക്കിങ്ങനെ അഭിനന്ദനം തന്നതുകൊണ്ട് എനിക്ക് അവരോട് നന്ദിയുണ്ട് എന്ന് മാത്രമാണ് ഇത് സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കി എന്ന് മാത്രമാണ് പുള്ളി. അല്ലാതെ ഞാൻ അവിടെ പോയി അവർക്ക് പിന്നീട് ഈ പറഞ്ഞ പിന്നീട് പണവും പിന്നെ ആയുധവും കൊടുക്കാനോ എന്നൊന്നല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക, ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെങ്കിലും അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ആദ്യം ഇതിന്റെ അർത്ഥം എന്താണ് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമുക്കിപ്പോ ഈ പറയുന്ന ആരാണ്, നമുക്ക് ഫ്രാൻസുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഫ്രാൻസ് നമ്മുടെ സുഹൃത്താണ്. ഈ പറയുന്ന റഷ്യ നമ്മുടെ സുഹൃത്താണ്. ഈ പറയുന്ന നമ്മുടെ ഇസ്രായേൽ നമ്മുടെ സുഹൃത്താണ്. ഇസ്രായേൽ നമ്മുടെ സുഹൃത്തെന്നും പറഞ്ഞുകൊണ്ട് ഗാസയെ പോയി അറ്റാക്ക് ചെയ്തതിൽ കൊടുത്തതിന്റെ ആയുധവും പണവും നമ്മളാണ് കൊടുത്തെന്ന് പറയാൻ പറ്റൂടെ? സുഹൃത്തുക്കൾ വേറെ, സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആയുധം കൊടുത്തു എന്ന് നമ്മള് ഇപ്പം ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്തു, ബലൂചിസ്ഥാനെ അംഗീകരിക്കുന്നു. അതിനർത്ഥം അവർക്ക് ആയുധം കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഒരു കലാപം ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പൈസ കൊണ്ട് ഇന്ത്യ മനഃപൂർവ്വം അവർക്ക് ക്യാഷും കൊടുത്ത് ആയുധവും കൊടുത്ത് അവിടെ കലാപം ഉണ്ടാക്കി എന്നല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് രണ്ടാണ്. നമ്മളിപ്പോ ഈ പറയുന്ന എന്താണ്, നമ്മളെ ഇസ്രായേലിനെ നമ്മള് പിന്നെ അവരെ അംഗീകരിക്കുന്നു എന്നതിന്റെ അർത്ഥം അവർക്ക് ആയുധം കൊടുത്ത് എവിടെയും പോയി ആരെയും പോയി അടിക്കാൻ പറയുന്നതല്ല. മനസ്സിലായി? പിന്നെ ഈ പറയുന്ന പിന്നെ യുദ്ധമാകുമ്പോൾ ഈ രാജ്യങ്ങൾ നമ്മൾ യുദ്ധമാകുമ്പോൾ പലതരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. അത് ചിലത് നമുക്ക് തുറന്നു പറയാൻ പറ്റും, ചിലത് നമ്മൾ തുറന്നു പറയാൻ പറ്റത്തില്ല. അപ്പൊ തുറന്നു പറയാൻ പറ്റാത്തത് തുറന്നു പറയാതെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? തുറന്നു പറയാൻ പറ്റാത്ത നമുക്ക് തുറന്നു സമാധാന രക്ഷണം മിണ്ടാതിരിക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു തരത്തിലും നമ്മൾ എന്തെങ്കിലും നമ്മുടെ നാവിൽ നിന്ന്, കാരണം അഖിലിനെ പോലുള്ളവരെന്ന് വെച്ചാൽ നമ്മളെ പോലുള്ളവരെ പോലെ എന്നല്ല, അഖിലിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അഖിലിന് ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് താങ്കൾ പറയുന്നത് ഒരു 100 പേര് കണ്ടാൽ 10 പേരെങ്കിലും വിശ്വസിക്കും. 10 പേരെങ്കിലും ശരിയാണല്ലേ, അപ്പൊ അവിടെ ഇത്രയും പേരെയും പിന്നീട് പൈസയും പണവും ഒക്കെ കൊടുത്തത് നമ്മുടെ ഇന്ത്യക്കാരാണല്ലേ, അങ്ങനെയാണല്ലേ എന്ന് പറയും. മനസ്സിലായോ? അത് ആൾക്കാരിലേക്ക് തെറ്റിദ്ധാരണ വരുത്തും. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത്, താങ്കൾ പറഞ്ഞ സാധനം ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി ഇത് ഇങ്ങനെയല്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള തെറ്റിദ്ധാരണ വരുത്തുമ്പോൾ ഇവിടെ കലാപങ്ങൾ സംഭവിക്കും. ചിലർ ഇങ്ങോട്ടോ അവിടെയുള്ള ഇന്ത്യ എങ്ങനെയായിരിക്കുന്നു, ഇന്ത്യ അവിടെ പൈസ കൊടുത്തിട്ട് ഇന്ത്യക്ക് ചെയ്യുന്നില്ല, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവാം, ഈ രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ മറ്റു ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ തുറന്നങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്. ഈ യുദ്ധതന്ത്രം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ പലരും മെനയും. അതിൽ പുറത്തു പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്.
മൂടി വെക്കാൻ ഉള്ള കുറെ കാര്യങ്ങൾ, അത് എല്ലാ രാജ്യം ഏത് രാജ്യമായിരിക്കും, അപ്പൊ മൂടി വെക്കാനുള്ള കാര്യങ്ങൾ വിവേക ബുദ്ധിയോടുകൂടി ചിന്തിച്ച് അത് മൂടി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ എന്തോ അറിഞ്ഞു, ഞാൻ ഇത് കണ്ടോ, ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് വിടുവായത്തം പറയുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചേ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.